യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേത്സൈദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിൽ 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് പിന്നെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Amen. Verse 14. Somebody please read it. Later Jesus found him in the temple and said to him, "See, you are well again. Stop sinning or something worse may happen to you." കുളക്കടവിൽ നടന്ന അത്ഭുതത്തെ കുറിച്ചാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. This scripture portion is about the miracle that took place by the pool of Bethesda. അതിനൊരു ഹെഡിങ് കൊടുത്താൽ ഹീലിംഗ് അറ്റ് ദി പൂൾ ഓഫ് ബെഥെസ്ഡ. അതിന്റെ ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. I want to share some thoughts with you based on this miracle that happened at the pool of Bethesda. ഈ ലോകത്താരും രോഗികളായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. In this world, no one wants to be sick. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പലപ്പോഴും നാം രോഗികളാകാറുണ്ട്. Whether we like it or not, we become sick often in times. ഈ കാലഘട്ടത്തിൽ മെഡിക്കൽ സയൻസ് ഏറ്റവും അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ രോഗം വരുമ്പോൾ നാം ആദ്യമായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഡോക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. Because of the advancement in medicine and the science of medicine, we immediately think of consulting a doctor and finding help through their profession. എന്നാൽ മെഡിക്കലും ട്രീറ്റ്മെന്റും ഡോക്ടേഴ്സും എല്ലാ പ്രശ്നത്തിനും പരിഹാരമല്ല. But doctors and treatments are not answer for all the problems we often face. ചില വിഷയങ്ങളുടെ മുമ്പിൽ അവരും പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചോ, ഞങ്ങൾക്ക് കഴിയത്തില്ലെന്ന് അവരും പറയുന്നത്. Sometimes doctors will say there is nothing we can do anymore. You probably want to pray or you want to have trust in God for your healing. ഞാൻ മരുന്നിനും ട്രീറ്റ്മെന്റിനും ഒന്നും എതിരല്ല. കഴിഞ്ഞ ദിവസവും ഞാൻ എന്റെ ബ്ലഡ് വർക്കിന് പോയിരുന്നു. Pastor is not saying he's against anything that medical science is doing. ഞാൻ വിശ്വസിക്കുന്നു, പണമുള്ളവർക്ക് നല്ല ആഹാരം കഴിക്കാം, എന്നാൽ ആരോഗ്യം ദൈവം തരണം. Wealthy people can eat all what they want, but health is a gift from God. നല്ല ഇൻഷുറൻസും നല്ല പണവും സമ്പാദ്യവും ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റൽ ട്രീറ്റ് ചെയ്യാം, എന്നാൽ സൗഖ്യം ദൈവം തരണം. And you can have good insurance and you can have treatment in all good medical places, but healing has to come from God. ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും സന്തോഷവും സമാധാനവും ദൈവം തരുന്നത്. In spite of all the good things that world has to offer, the peace and joy that we experience come from God. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. Jesus, while in his public ministry, healed so many people. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ രീതി മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ, രണ്ടു വിധത്തിലാ പ്രധാനമായി യേശു ജീവിതങ്ങളെ സൗഖ്യമാക്കിയിട്ടുള്ളത്. There were 2 ways Jesus helped people through healing. ഒന്ന്, യേശുവിന്റെ അടുത്ത് വന്നവരെ ആവശ്യബോധത്തോട് യേശുവിന്റെ
യേശുവിന്റെ അടുത്ത് വന്നവരെ യേശു സൗഖ്യമാക്കി. And those who came with such a dire need and came to Jesus, he healed them. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു പക്ഷവാത രോഗിയെ 4 പേര് ചുമന്നുകൊണ്ടുവന്നു. അവിടെ നാം വായിക്കുന്നത് യേശുവിന്റെ വിശ്വാസം കണ്ടിട്ട് ആ രോഗിയെ സൗഖ്യമാക്കി. And this man of afflicted of palsy was brought down from the roof, and by seeing their faith, Jesus healed that person. എന്ന് നാം ശ്രദ്ധിച്ചാൽ അവന്റെ അടുത്ത് കടന്നു വരുവാൻ കഴിയാത്തവരുടെ അടുത്തേക്ക് യേശു ചെന്ന് യേശു അവരെ സൗഖ്യമാക്കിയതാ നാം ഇവിടെ വായിക്കുന്നത്. And there are instances where Jesus would go to people who need healing, and this is one of such occasions. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകൽ ഇവിടെ കടന്നു വരുവാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങൾ ഭവനങ്ങളിലും മറ്റും ആയിരിക്കുന്ന ശാരീരികമായി ബലഹീനരായിരിക്കുന്ന പ്രാർത്ഥന അപേക്ഷയുള്ള ജീവിതങ്ങളുടെ ഇന്ന് പകൽ ഈ ഹീലിംഗ് ടച്ച്, ഇന്ന് പകൽ ഒരു സൗഖ്യം, ഒരു വിടുതല് വ്യാപരിക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വാസത്താൽ ആ വിടുതല് കാണുകയാണ്. And I believe, and by faith I see people who are being healed, who they are in their homes and they are going through difficulties in their life. ബെഥെസ്ദ എന്ന പദം ഇവിടെ മാത്രമാണ് നാം വചനത്തിൽ വായിക്കുന്നത്. This is the only time we see this word Bethesda is used. കൃപയുടെ ഭവനം എന്ന വാക്കിന്റെ അർത്ഥം. And it's a house of mercy. That's what the meaning is. അത് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ഒരു പൂളിന്റെ പേരായിരുന്നു അത്. And it is the name of a pool that was in Jerusalem. അതുപോലെ തന്നെ ഇതിന് സമാനമായിട്ട് മറ്റൊരു പേരുണ്ട്, ബെത്സൈദ എന്നൊരു പേരുണ്ട്. അതൊരു സിറ്റിയാണ്. There is a similar name, Bethsaida, but which is a town, not a particular place like this. അത് 7 പ്രാവശ്യം അവിടെ ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരൊറ്റ പ്രാവശ്യമാ ബെഥെസ്ദ എന്ന പദം നമ്മൾ വായിക്കുന്നു. But this word Bethesda is only one time in the scripture, whereas Bethsaida is used 7 times. ഈ ബെഥെസ്ദ അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീർന്ന സ്ഥലമാണ്. Bethesda is the place that brings comfort and healing to many. അതിന്റെ പ്രത്യേകത അവിടെ കാലാകാലങ്ങളിൽ ചില ചലനങ്ങൾ ഉണ്ടാകുന്നു. And the difference in this place, something special about this place is there is a movement that takes place in this pool. മാനുഷികമായ ചലനങ്ങൾ ഉള്ളിടത്ത്, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ഉള്ളിടത്ത് ജനത്തിന് അത് ആശ്വാസവും വിടുതലുമാണ്. When God moves, it brings comfort and joy in our life. ദൈവമക്കളെ, പെന്തക്കോസ്തിന്റെ ആരാധന ചലനമുള്ള ഇടമാണ്. And the Pentecostal worship is a place of movement. അവിടെ സൗഖ്യമുണ്ട്. There is healing there. കാരണം നമ്മുടെ കർത്താവ് സൗഖ്യമായി. ഇന്ന് പകൽ നമ്മൾ പാടിയല്ലോ, യേശു സൗഖ്യമാണ്. And our Jesus is our healing. ഈ ആരാധനയുടെ നടുവിലും പെന്തക്കോസ്തിന്റെ ആരാധനയുടെ നടുവിലും ചലിക്കുന്നിടത്ത്, ആത്മാവ് ചലിക്കുന്നിടത്ത് ആളുകൾക്ക് വിടുതലും സൗഖ്യവും വ്യാപരിക്കും. If you and I are able to move in the spirit, there will be healing in the midst of us. കൃപയുടെ ഭവനത്തിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. In the house of mercy, when God's grace spread across, there will be miracles and wonders taking place. ഇവിടെ കൂടി വന്നിരിക്കുന്ന ബെഥെസ്ദയിൽ കടന്നു വന്നിരിക്കുന്ന രോഗികളെ കുറിച്ച് ചിലരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. There are mention of a few of those people, sick people who are on the side of this pool. അവിടെ കൂടി വന്നിരിക്കുന്നവര് മുടന്തരുണ്ട്, വായിക്കാമോ? കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ കടന്നു വന്നിട്ടുണ്ട്. A large group of people who are blind, lame, or paralyzed. ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും തകർന്ന ഒരു കൂട്ടം അവിടെ കടന്നു വന്നിരിക്കുക. And a group of people who are not only broken physically but also inside of them is broken, and they are gathered there. അവരെല്ലാം കൂട്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം അവിടെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ചില ചലനങ്ങൾ അവിടെ ഉണ്ടാകുന്നു. And when people come there, gather there in anticipation of healing because of the movement that take place in the pool. പരിശുദ്ധാത്മാവ് അക്ഷരീകമായി ചലിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പുറമെ വലിയ കോലാഹലങ്ങളൊന്നും വെച്ച് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ശാന്തമായും പ്രവർത്തിക്കുന്ന ദൈവമാണ്. There are ways when the Holy Spirit moves so
in such a way, in a profound way that we can see it, whereas other times, Holy Spirit move in a very quiet way. ഞാൻ പറഞ്ഞത് എല്ലായ്പ്പോഴും വലിയ ചലനങ്ങളൊന്നും പുറമേ കാണാൻ കഴിയത്തില്ലെങ്കിലും ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ശാന്തമായി ജീവിതങ്ങളോട് ഹൃദയങ്ങളോട് സംസാരിക്കുകയും സൗഖ്യവും വിടുതലും വ്യാപരിച്ചത് നമുക്കൊക്കെ സാക്ഷ്യമായിട്ട് പറയാനായിട്ടുണ്ട്. We often don't see so many things happening, but inside God is working within us to bring healing, comfort and restoration. നമുക്കറിയാം കാനാവിലെ കല്യാണ വീട്ടില് അവിടെ നടന്ന അത്ഭുതത്തിന്റെ പിന്നില് നോക്കിയാൽ വലിയ വലിയ ചലനങ്ങളൊന്നും അവിടെ കാണാനില്ല. When you look at the marriage in Cana, you don't see a lot of movements there. എന്നാൽ ആന്തരികമായ ചില ചലനങ്ങൾ നടന്നു. But inside there were such movement going on. യേശുവിന്റെ വാക്കനുസരിച്ചെടുത്ത് അവർ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചെടുത്ത് വക്കോളം നിറച്ചെടുത്ത് ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ ആന്തരികമായ ചില ചലനങ്ങൾ അവിടെ നടന്നു. When the servants obeyed the word of God and filled the water to the brim of the jars of stone, something miraculous took place there. ആ ചലനത്തോട് ആന്തരികമായ ചില വ്യത്യാസങ്ങൾ, നിറം മാറി, രുചി മാറി, ഗുണം മാറി, അവസ്ഥകൾ മാറി, പുതിയ ഏറ്റവും മെച്ചമായ വീഞ്ഞായിട്ട് അത് മാറി. And when God moved in that place, the things changed in a way, the color, the taste and everything changed and became the best that the house had to offer to the guests. ഒരു പക്ഷെങ്കില് പുറമേ വലിയ ചലനങ്ങളൊന്നും കാണാനില്ലെങ്കിലും ഈ വചന ശുശ്രൂഷയുടെ മുമ്പില് ചില ആന്തരിക ചലനങ്ങള് പരിശുദ്ധാത്മാവ് ആന്തരികമായി അകമേ ചില രൂപാന്തരങ്ങൾ വരുത്തുന്ന ഒരു പകലായി മാറട്ടെ. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി തകർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന ജീവിതങ്ങളില് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തിയായ ചലനമായി മാറട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. My desire and prayer is that as we minister the word of God, may God move in a mighty, powerful way in us to bring about change, comfort and healing in us. കുരുടരും മുടന്തരും ക്ഷയരോഗികളും ഒക്കെ പുറമേയുള്ള രോഗത്തിന്റെ മാത്രമല്ല ആത്മീയമായ ചില അർത്ഥങ്ങളോടെ അവിടെ വെളിപ്പെടുത്തുകയാ. ഒരു മാനസികമായി മാത്രമല്ല, ശാരീരികമായി മാത്രമല്ല, ആത്മീയമായും ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. The state of people who are there, blind, lame and paralyzed, is really not only their physical condition, but it also can be attributed to their inside what is happening. കുരുടര് പുറമേയുള്ള അക്ഷരീയമായ കണ്ണുകള് തുറന്നിട്ടുള്ള ഇല്ലെന്നുള്ളത് മാത്രമല്ല, ആന്തരികമായ അകമേയുള്ള കണ്ണുകളും തുറക്കാത്ത ഒരു കൂട്ടം ജനമാണ്. There are people who they can see that with their external eyes, but the eyes of their understanding is not open. മുടന്തരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നേരെ നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടം, ആത്മീയ അർത്ഥത്തിൽ സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. Lame could be symbol of people who cannot stand for the truth of the gospel. ക്ഷയരോഗികളെ സംബന്ധിച്ചിടത്തോളം പുറമെ എല്ലാം ഓക്കെയാ, ഒരു കുഴപ്പവുമില്ല, കണ്ടാൽ ഒരു കുഴപ്പവും തോന്നത്തില്ല. പക്ഷെ അകത്ത് നേറുന്ന, കത്തിയരിയുന്ന, നെരിപ്പോട് പോലെ വേദനപ്പെടുന്ന ചില ജീവിതങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ്. Paralyzed people, they represent a group of people who lost their mobility. ഇവർക്കെല്ലാം പരിഹാരം യേശുവിന്റെ സാന്നിധ്യം. And only way they can find healing, comfort is in the presence of God. ഏത് വിഷയമായി കൊള്ളട്ടെ, ഒരുപക്ഷെ മാനസികമായി, ഒരുപക്ഷെ ശാരീരികമായി, ഒരുപക്ഷെ ആത്മീയമായി ക്ഷീണിച്ചും തളർന്നുമാണ് ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അല്ല നമ്മെ ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനത്ത് അവിടെ എല്ലാം പരിഹാരം, അവിടെ എല്ലാം പ്രശ്നത്തിന് പരിഹാരം യേശുവിന്റെ സാന്നിധ്യമാ. അത് ഇന്ന് പകൽ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. Those who are watching us, those who are here, my desire and prayer is that power of God will come and stir your hearts and be strengthened for God's grace. 14-ാം വാക്യം നമ്മൾ വായിച്ചു. അതിനകത്ത് യേശു കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവന എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രസ്താവനയാണ്. And in verse 14, we see that our Lord is speaking to this man. Can we read that? ആരെങ്കിലും ഒരാൾ വായിച്ചു. Later Jesus found him at the temple and said to him, "See, you are well again. Stop sinning, or something worse may happen to you."
നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. എന്താ യേശു കർത്താവ് പറയുന്നത് ഇവിടെ? യേശു പറഞ്ഞത് 38 വർഷം പാരലൈസ് ആയിട്ട് കിടന്നതല്ല തിന്മ. എന്താ തിന്മ? പാപമാ തിന്മ. The biggest offense is not that this man was paralyzed for 38 years, but God is concerned about sin that could come into his life. പാപമാ ജനത്തെ തിന്മയിലേക്കും അധാർമികതയിലേക്കും ഒക്കെ നയിക്കുന്നത്. It is sin that lead people into unrighteousness and immorality. നിങ്ങളെ പാപമാ ജീവിതങ്ങളെ നരകതുല്യമാക്കുന്നത്. It is sin that destine people to eternal hell. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. Stop sinning or something worse may happen to you. 1000 വർഷം രോഗിയായി കിടക്കമേൽ കിടക്കുന്നതിനേക്കാൾ തിന്മയാണ് നരകം, പാപത്തിന്റെ ഫലം. And consequence of sin is worse than being sick and being on our bed for a long time. നിങ്ങളെ രോഗമല്ല ഏറ്റവും വലിയ തിന്മ. Sickness is not the biggest of all the evils. ഈ കാലഘട്ടങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് അല്ല ഏറ്റവും വലിയ തിന്മ. COVID is not the worst thing that could happen to humanity. പട്ടിണിയും പൈതാഹവും ഒന്നുമല്ല ഏറ്റവും വലിയ തിന്മ. Suffering and starvation is not the biggest evil. പാപമാ ഏറ്റവും വലിയ തിന്മ. Sin is the greatest of all. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. Yes, stop sinning. The word of God, the Bible wants us. യെശയ്യാപ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ ദൈവാത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട്, സാക്ഷാൽ രോഗം പാപരോഗമാണ്. And sin, the disease, sickness of sin is the greatest of all diseases. സാക്ഷാൽ രോഗം പാപരോഗമാണെങ്കിൽ ആ പാപരോഗത്തിന് സൗഖ്യം തരുവാൻ, വിടുതൽ തരുവാനാ യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു Jesus വന്നത്. came to the world to remedy that greatest sickness of sin. ഇവരെല്ലാം ഒരു അവസരത്തിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. ഇവരെ All these people are waiting for their chance. ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു സമയത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. These people are anxiously waiting for a moment when they can jump into the water when it moves. പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനത്തിന് വേണ്ടി ആഗ്രഹിച്ച് വാഞ്ചയോടെ ആയിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? How many of you are desiring for a move and the work of the Holy Spirit? ആഗ്രഹിക്കുന്നവരെ ആ ദൈവാത്മാവ് തൊടുത്തുവിടും. Those who desire, God will bring satisfaction. ഇന്ന് പകൽ നീ വാഞ്ചയോടെ ആഗ്രഹത്തോടെയാണോ ആയിരിക്കുന്നത്? ഇന്ന് പകൽ നിന്റെ മേല് ആ പരിശുദ്ധാത്മാവിന്റെ ചലനം ദൈവാത്മാവ് വിളിച്ചു വരുത്തുകയാണ്. If you have a desire, God will just send His power upon you. ദൈവങ്ങളെ എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടാ കാത്തിരിക്കുന്നത്. Everybody, we all wait with some sort of anticipation in our പ്രതീക്ഷ life. നഷ്ടപ്പെടുമ്പോഴാ ഒരുപാട് പേര് ജീവിതം അവസാനിപ്പിക്കുന്നത്, കയറെടുക്കുന്നത്. When people lose their hope, that's when they sometimes choose to end their life. എല്ലാവരെയും ഒരുപോലെ പിടിച്ചു നിർത്തുന്ന ഘടകം പ്രതീക്ഷയാണ്. And expectation, anticipation, hope is the one that holds us all together. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും പ്രതീക്ഷ അനേകത And നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. as years pass by, we lose our hope. വർഷങ്ങൾ കഴിഞ്ഞിട്ടും, നീണ്ട 38 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, രോഗിയായിരുന്നിട്ടും, മറ്റാരും സഹായിക്കാനില്ലാഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാത്ത ഒരു മനുഷ്യൻ അവന്റെ അടുത്തേക്ക് യേശു കടന്നു വരികയാണ്. And this man who had been waiting for 38 long years with no one to help him, no expectation of anything happening to him, and to him, Jesus is coming. എന്റെ വിടുതലിന് വേണ്ടി എന്തെങ്കിലും ഉപരിപ്ലവമായ ഒരു ചലനം ഉണ്ടാകും, ദൂതൻ ഇറങ്ങും, തന്നെ മറ്റുള്ളവരെ സഹായിച്ച് സൗഖ്യത്തിലേക്ക് നടത്തും എന്നൊക്കെയാ താൻ പ്രതീക്ഷിച്ചത്. This man expected that when the angels come, the pool is stirred up, he would be able to go in, or someone would help him to go into the pool. എന്നാ മറ്റാരും കരം വയ്ക്കാതെ തന്റെ സൗഖ്യത്തിന് വേണ്ടി ജീവന്റെ ദാതാവായ, സകലത്തെ ശക്തീകരിക്കുകയും വലുതാക്കുകയും ചെയ്യുന്ന യേശു തന്നെ തന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. And Jesus himself, who is the giver of all healing and comfort and joy in life, comes to this man. ഇന്ന് പകലും ദൈവമക്കളെ, നമ്മുടെ പ്ലാൻ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രതീക്ഷ പോലെ ആയിരിക്കില്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്.
പ്രവർത്തിക്കുന്നത്. It may not be according to our expectation that God would move in the midst of us. ഒരുപക്ഷെ ദൈവം തന്റെ ദൂതനെ ഇറക്കി വിടുവിച്ചു എന്ന് വരാം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്ന ദിവസങ്ങളും മുമ്പിലുണ്ട്. We could have an angel come and heal us, but also God would come by Himself to us and touch us and heal us. പ്രതീക്ഷ കൈവിടാത്ത, തനിക്കായി കാത്തു നിൽക്കുന്ന, ഒരു വിടുതലിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന അതെത്ര താമസിച്ചാലും, സമയം കഴിഞ്ഞു പോയെന്ന് ചിന്തിച്ചാലും എന്റെ അടുത്ത് വരുന്ന ഒരു സ്വർഗമുണ്ട്. Regardless you lose hope or any expectation, our God is faithful to come to us in due season. 6-ാം വാക്യമാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. And Jesus saw him lying down. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. And he knew that this man was bedridden for a long time. നമ്മുടെ അവസ്ഥയൊക്കെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who sees who we are, where we are in life. നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God knows where we are in our lives. അവന്റെ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ദൈവം. And not only that, he knows that he will come by me. പകൽ ഇനി ഒന്നും സംഭവിക്കത്തില്ല, സമയം കഴിഞ്ഞു പോയി, സാഹചര്യം വ്യത്യസ്തമാ, സാഹചര്യം അനുകൂലമല്ല, നിരാശപ്പെട്ട് മനസ്സ് ക്ഷീണിച്ച് ആരെങ്കിലും ഇന്ന് പകലായിരിക്കുന്നുവെങ്കിൽ നിന്നെ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്ന് നിന്നെ സഹായിക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ അടുത്തേക്ക് വരികയാണ്. And if there is anyone listening to us who lose hope in their life, I want to assure you, God who knows your place and state of life will come and bring healing and restoration. പ്രതീക്ഷ കൈവിടരുത്. Don't lose hope. ഇന്ന് പകലും അവൻ പ്രതീക്ഷ നൽകുന്ന ദൈവം. Our God is a God who gives hope. അറിയാം, ഗോത്രപിതാവായ യാക്കോബ് തന്റെ ജീവിതത്തിൽ ഏറിയ നാളുകൾ യോസഫിനെ ഓർത്ത് ഭാരപ്പെട്ട ദിവസങ്ങൾ. And one of the patriarchs, Jacob, was grieving and mourning for his son Joseph. ഒരു മറുപടിയും കിട്ടാതെ വന്നപ്പോൾ ക്ഷീണിച്ച്, മനസ്സുകൊണ്ട് ക്ഷീണിച്ച് തളർന്ന് കഴിഞ്ഞു, ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 36-38 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പാട്രിയറ്റ് യാക്കോബ് പറയുന്ന ചില വാക്കുകൾ അവിടെ വായിക്കുന്നുണ്ട്. In Genesis chapter 42 and 36 on, there are words that Jacob utters out of his disappointment and hurt. അവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എന്റെ തലയെ ദുഃഖത്തോട് പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. യോസെഫില്ല, ശിമയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നു, സകലവും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. And Jacob said, everything is against me. ദൈവമക്കളെ, സകലവും പ്രതികൂലമാണെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. സകലവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When we say everything is against us, God is still working to turn things around for us. ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നിടത്താ ദൈവാത്മാവ് ചലിക്കാൻ തുടങ്ങുന്നത്. And when we lose hope of any expectation, that's where God begin to move. അവിടെ ജോസഫ് അയച്ച രഥം കണ്ടപ്പോൾ 45-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലുണ്ട്, യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. And in Genesis chapter 45, when we read that when Jacob saw the chariots Joseph sent, he felt renewed and strengthened. പ്രതീക്ഷയുടെ ചില ചലനങ്ങൾ, നിരാശപ്പെട്ടും ക്ഷീണിച്ചും ഇരിക്കുന്ന ജീവിതങ്ങളുടെ അടുത്തേക്ക് ചില പ്രതീക്ഷയുടെ ചലനങ്ങൾ ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്. And God is speaking movements of hope and expectation this morning. നീണ്ട 38 വർഷക്കാലം അനുഗ്രഹം ലഭിക്കാവുന്ന സ്ഥലത്തും സാഹചര്യത്തിലുമാ കിടന്നത്, പക്ഷെ വിടുതൽ ലഭിച്ചില്ല. This man was lying at a place where he could get his healing for 38 years, but he did not receive any. എത്രയോ പ്രാവശ്യം വിടുതലും സൗഖ്യവും ഒക്കെ കയ്യെത്താവുന്ന ദൂരത്ത് കൈ വന്നതാണ്. And he felt that the goodness and healing is just by in his reach. എന്നാൽ ആ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തട്ടിമാറ്റിയതുപോലെ
തന്റെ ജീവിതത്തിൽ അനുഭവിച്ച എത്രയോ സമയങ്ങളുണ്ട്. There were times he felt like that these things he can never have that moment of healing and comfort. എന്നാൽ ദൈവമക്കളെ നിരാശപ്പെടേണ്ട, നിന്നെ അറിയാവുന്നവൻ അടുത്ത് വരികയാണ്. And do not be disappointed. There is one who knows you personally and he's coming by you. 4-ാം വാക്യത്തിലും അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങും. ദൈവത്തിന്റെ സമയത്ത് ദൈവാത്മാവിന്റെ ചലനങ്ങൾ ഉണ്ടാകും. Yes, in God's time, God's movement will take place. അവിടെ ഒരു വാക്കൂടെ 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇറങ്ങുന്നവൻ. 4-ാം വാക്യം നോക്കിയേ. ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ആദ്യം ഇറങ്ങുന്നവൻ, അതിനർത്ഥം എല്ലാവരും ഒന്നും ചാടി ഇറങ്ങത്തില്ല ആദ്യം. And it says the one who step into the pool, the first one who step into the pool get healed. എപ്പോഴും കുറച്ചുപേർ ഇങ്ങനെ അറച്ചു നിൽക്കും. Many people will be just kind of resisting. നോക്കട്ടെ എങ്ങനെ പോകുന്നെന്ന്. They will see what's taking place. അറച്ചു നിൽക്കുന്നവർ എല്ലാ കാലത്തുമുണ്ട്. There are people who are not ready to go take the step of faith. എന്നാൽ ആഴിയെന്ന് ഓർക്കാതെ ആഴമാരായാതെ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God for those who step out in faith without knowing anything. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വല്യമ്മച്ചി ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. It was almost 100 years ago, Pastor's grandmother came to faith. അത് കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റി. And it changed everything for the family. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നതും ആ വല്യമ്മച്ചി അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. And the pastor is today ministering to you because of that dear Amachi stepped out in faith. 6-ാം വാക്യത്തിൽ യേശു ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ആകുവാൻ നിനക്ക് മനസ്സുണ്ടോ? And Jesus asked him, do you want to get well? എന്നാൽ അതിന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് 7-ാം വാക്യത്തില്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. And he's saying, I have no one to help me to get into the water. യേശു ചോദിച്ചില്ല നിനക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന്. Jesus did not ask, is anybody helping you? യേശു ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. The question is, are you willing to be healed? ഇന്ന് പലരും എക്സ്ക്യൂസസ് ആ പറയുന്നത്. We have so many excuses. മനസ്സുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. God is saying, are you willing? ചിലപ്പോൾ പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്താ ഞായറാഴ്ച കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ അല്ലെങ്കിൽ പ്രയർ ലൈനില് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലല്ലോ. മറുപടി പലരും പറയുന്നത് ബിസി ആയത് വാസ്റ്റർ. And when I ask the question, how come I didn't see you in this meeting or that meeting, the response is, I'm busy, Pastor. ദൈവം ചോദിക്കുന്നത് അതല്ല, നിനക്ക് മനസ്സുണ്ടോ. But God is not asking. That's not what God is asking. God is saying, are you willing? നിനക്ക് വിടുതലിന് ആവശ്യമുണ്ടോ, സൗഖ്യം ആവശ്യമുണ്ടോ? Do you need deliverance and healing? ആന്തരികമായി ബലം പ്രാപിക്കണമോ, നിനക്ക് എഴുന്നേറ്റ് നിൽക്കണമോ? Do you want to be strengthened in the mind of the Spirit? സുവിശേഷത്തിന് വേണ്ടി നേരെ നിൽക്കണമോ? Do you want to stand upright for the gospel? അല്പസമയം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാൻ, ബലപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. Desire to eat, sit before God's word and receive the blessing. ഈ ദൈവാത്മാവിന്റെ ചലനത്തിന് മുമ്പിൽ ആരെല്ലാം എടുത്തു ചാടിയിട്ടുണ്ടോ അവരൊക്കെ സൗഖ്യവും വിടുതലും ആത്മീയ രക്ഷയും ഭൗതികമായ വിടുതലും പ്രാപിച്ചിട്ടുണ്ട്. And people who jumped out by faith and they all received God's blessings in their lives. ഇന്ന് പകലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുക, വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, രക്ഷയിലേക്ക് ഇറങ്ങുവാൻ, സ്നാനത്തിലേക്ക് ഇറങ്ങുവാൻ, അഭിഷേകത്തിലേക്ക് നടത്തപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അത് പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? God is asking even today, are you willing to receive the salvation? Are you willing to obey me in water baptism? Are you willing to be filled with my Spirit? അവരോട് ചിലത് ചെയ്യുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. ഈ രോഗിയോട് യേശു കർത്താവ് പറഞ്ഞു, നീ കിടക്ക എടുത്ത് നടക്കാം. And Jesus told him to pick up your bed and walk. മാനുഷികമായി നോക്കിയാൽ
എഴുന്നേക്കാൻ വയ്യാത്ത മനുഷ്യനോട് കട്ടിലെടുത്തോണ്ട് നടക്കാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് നടക്കത്തില്ല. Yes, it's something very impractical. എന്നാൽ യേശു കർത്താവ് പറയുന്നത് വിശ്വാസത്താൽ ഏറ്റെടുത്ത് അതെന്റെ സൗഖ്യത്തിന് വേണ്ടിയാ, അതെന്റെ വിടുതലിന് വേണ്ടിയാ യേശുവാണ് പറയുന്നതെന്ന് വിശ്വസിക്കുവാൻ അനുസരിക്കുവാൻ തയ്യാറായാൽ അവിടെയാ വിടുതൽ സൗഖ്യം This വ്യാപരിക്കുന്നത്. man was willing to obey what God asked him to do. That's where the miracle happened. ഇന്ന് പകൽ ശരീരത്തിലും ആത്മാവിലും ഒരു വിടുതലിന്റെ പകലായി മാറട്ടെ. അല്പസമയം നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുക. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ചില രോഗികളുടെ മേൽ ദൈവാത്മാവിനെ സൗഖ്യമാക്കുന്ന കരം ഇന്ന് പകൽ വയ്ക്കുന്ന പകലാണ്. And I do believe this is the day that God is going to send his healing. Shall we all stand?